ഒരു കാലത്ത് ഇന്ത്യയിലെ സമൂഹം ഇന്നത്തെ പോലെ ആയിരുന്നില്ല. മാറ്റത്തിന് മുൻപുള്ള ഒരു കാലഘട്ടം. ചില ആചാരങ്ങളും രീതികളും സമൂഹത്തിന്റെ പുരോഗതിക്ക് തടസ്സമായി നിന്നിരുന്നു. ചിലർക്ക് അവസരങ്ങൾ പരിമിതമായിരുന്നു. ഇത് കുറ്റപ്പെടുത്തലിന്റെ കഥയല്ല, മാറ്റത്തിനായുള്ള ഒരു യാത്രയുടെ കഥയാണ്. 19-ാം നൂറ്റാണ്ട് ഇന്ത്യയിലൊരു പുതിയ ചിന്ത ആരംഭിച്ച കാലഘട്ടം. പുതിയ ആശയങ്ങൾ, പുതിയ ചോദ്യങ്ങൾ. ഈ കാലഘട്ടത്തെ ചിലർ ഇന്ത്യൻ റെനേസൻസ് എന്ന് വിളിക്കുന്നു. പക്ഷേ ഇതൊരു സങ്കീർണമായ മാറ്റപ്രക്രിയയായിരുന്നു. ആ കാലത്ത് സമൂഹത്തിൽ ചില ഘടനാപരമായ പരിമിതികൾ ഉണ്ടായിരുന്നു. അവസരങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചിരുന്നില്ല. സ്ത്രീകൾക്ക് അവസരങ്ങൾ വളരെ പരിമിതമായിരുന്നു. വിദ്യാഭ്യാസം ലഭ്യമല്ലായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. സമൂഹത്തിൽ ഒരു ഘടനയും നിലനിന്നിരുന്നു. ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില നിയന്ത്രണങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. ഇത് സമത്വത്തെ ബാധിച്ചു. പക്ഷേ ഒരു മാറ്റത്തിന്റെ തുടക്കമുണ്ടായി. പുതിയ ബോധം രൂപപ്പെട്ടു. വിദ്യാഭ്യാസം വ്യാപകമായി. ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ആചാരങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ശാസ്ത്രം, തർക്കചിന്ത, സമത്വം ഇവ സമൂഹത്തെ പൊതുവായി കാണാൻ സഹായിച്ചു. ഒരു രാജ്യമായി മുന്നോട്ടു പോകാൻ സമൂഹം ശക്തമാകണം എന്ന തിരിച്ചറിവുണ്ടായി. ഈ പ്രസ്ഥാനങ്ങൾക്ക് പിന്നിൽ ചില പ്രധാന ആശയങ്ങൾ ഉണ്ടായിരുന്നു. എന്തും റീസൺ ഉപയോഗിച്ച് മനസ്സിലാക്കണം. ഇതാണ് തർക്കചിന്തയുടെ അടിസ്ഥാന ആശയം. എല്ലാ മതങ്ങളിലുമുള്ള നല്ല മൂല്യങ്ങളെ അംഗീകരിക്കുക. സമാധാനവും സൗഹൃദവും പ്രോത്സാഹിപ്പിക്കുക. മനുഷ്യന്റെ മാന്യത, അവകാശങ്ങൾ ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ മാറ്റത്തിൽ പ്രധാനമായൊരു മേഖല സ്ത്രീകളുടെ മുന്നേറ്റം. കാലക്രമേണ നിയമപരമായ മാറ്റങ്ങളുണ്ടായി. സമൂഹത്തെ മെച്ചപ്പെടുത്താൻ ശ്രമങ്ങൾ നടന്നു. വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു. അവരുടെ പങ്ക് സമൂഹത്തിൽ കൂടുതൽ ശക്തമായി. സമത്വത്തിലേക്കുള്ള ഒരു യാത്ര സമൂഹം കൂടുതൽ ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് മാറി. ഈ മാറ്റം ഒരാളുടെ ശ്രമമല്ല, പല തലമുറകളുടെ സംയുക്ത പരിശ്രമമാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ ഈ മാറ്റങ്ങളുടെ ഫലമാണ്. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് സമൂഹം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. മാറ്റം തുടങ്ങുന്നത് ചിന്തയിൽ നിന്നാണ്. ഇത്തരത്തിലുള്ള ചരിത്ര വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്.